ക്രിസ്റ്റി എന്ന സിനിമ എന്ന് പറയുമ്പോൾ ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആയതുകൊണ്ടായിരിക്കും ക്ലൈമാക്സ് വലുതായിട്ട് നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും വലുതായിട്ടില്ല. സിനിമ എന്ന് പറയുമ്പോൾ ഇതിൽ ചില സീൻസൊക്കെ സ്കൂളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്, നമ്മുടെ സ്കൂളിൽ വെച്ചാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വന്നതാണ്. 150 രൂപ കൊടുത്ത് കാണാൻ വർത്താണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്, നല്ല സിനിമയാണ്. നമ്മൾ ക്രിസ്റ്റിയാണ് കണ്ടത്. അപ്പോൾ ക്രിസ്റ്റി ക്ലൈമാക്സ് കുറച്ച് ഒരു ആവറേജ് ആയിരുന്നു. ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ട്രൂ സ്റ്റോറിക്ക് അനുസരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റഡ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമൊക്കെയായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയൊരു സുഖം തോന്നിയില്ല. എന്നാലും കഥ കൊള്ളാം, പക്ഷെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഇല്ല. പിന്നെ നമ്മൾ വിചാരിച്ച അത്ര ഒരു ഇത് നമുക്ക് കിട്ടിയില്ല. അത്ര നല്ല ആവറേജ് പടമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമൊന്നുമല്ല. ഒരു സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂറിൽ തീർക്കാവുന്ന പടമാണിത്. 2.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല പടത്തിൽ. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടൊരു ഒരു ഒരു ഇതൊന്നും കെമിസ്ട്രി ഒന്നും ശരിക്കും പടത്തിനകത്തില്ല. അഭിനയം ആവറേജ് എന്നേ പറയാനുള്ളൂ. നമ്മൾ ശരിക്കും ഇപ്പോൾ പട്ടം പോലെയൊക്കെ കണ്ട അത്ര ഒരു അഭിനയം പോലും മാളവികയ്ക്ക് ഇതിനകത്ത് ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ. ആവറേജ് ഓടാ ബ്രോ, വലിയ ഇതൊന്നുമില്ല. കാരണം നമ്മൾ ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സെക്കൻഡ് ഹാഫ് നല്ല ലാഗായിരുന്നു. പിന്നെ അഭിനയം എന്ന് പറയുകയാണെങ്കിൽ മാത്യു കുഴപ്പമില്ലായിരുന്നു. പിന്നെ മാളവിക ഭയങ്കര എനിക്ക് അത്ര ഇതായിട്ട് വന്നിട്ടില്ല. ഒരു കാണാൻ ക്യൂട്ടാണ്, ചിരിയൊക്കെ കൊള്ളാം. പക്ഷേ ഡബ്ബിങ്ങിലൊക്കെ എനിക്ക് ചെറിയ പ്രശ്നം തോന്നിയിട്ടുണ്ട്. പടം ആവറേജ് അത്രേ ഉള്ളൂ.